കപ്പ ഇങ്ങനെ റെഡിയായിട്ടുണ്ട്. അത് ഇനിയും ഇച്ചിരി പറ്റിയ അവസ്ഥയിൽ അല്ലെങ്കിൽ കപ്പ ഇച്ചിരി മുറിയിരിക്കണമെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം പറ്റിയതിന് ശേഷം, അരപ്പിനകത്തെ വെള്ളം പറ്റിയതിന് ശേഷം കപ്പ ഇട്ട് ഇളക്കിയാൽ മതി. പിന്നെ വേവ് കുറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുത്തി അത് റെഡിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഇടികല്ലും കൊണ്ട് ഇടികല്ല് കൊണ്ട് നമുക്ക് കുത്തി നല്ല പരുവത്തിലാക്കി എടുക്കാം. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് കപ്പ കരിഞ്ഞു പോവുകയില്ല. ഉണക്കപ്പയായാലും പച്ചക്കപ്പയായാലും ഇങ്ങനെ അരപ്പിട്ട് ഉപയോഗിക്കുമ്പോൾ കപ്പ കരിഞ്ഞു പോവുകയില്ല. നമുക്ക് അടുക്കളയിൽ സമയം ലാഭിക്കാം. എന്ന് പറഞ്ഞാൽ കപ്പ വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് കപ്പ ഇളക്കിയെടുക്കാൻ പറ്റും. ആ സമയമാകുമ്പോഴത്തേക്ക് അരപ്പും റെഡിയാവും. കപ്പ വെന്ത് കഴിയുമ്പോഴേ ഊറ്റിയിട്ട് ഇതിലേക്ക് കുടഞ്ഞിടുക. പിന്നെ ഈ കട്ട് കൂടുതലുള്ള കപ്പയാണെങ്കിൽ നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുലുക്കി എടുത്തിട്ട് ഒന്നുകൂടെ ഊറ്റിയെടുക്കുക. അതിനകത്തെ കട്ടും കുറഞ്ഞ് കിട്ടും. ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. പിന്നെ അരപ്പെടുക്കുമ്പോൾ കരിയാപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഉപ്പ്, മുളക്, ഞാൻ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്, കരിയാപ്പില ഇതെല്ലാം ഇട്ടിട്ട് കരിയാപ്പില സഹിതം അരച്ചെടുക്കും. അപ്പോൾ ഈ കരിയാപ്പിലയൊക്കെ നല്ല ഗുണമുള്ള സാധനമായതുകൊണ്ട് അതാരും പെറുക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഓക്കെ.